എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വല്ല നോക്കട്ടെ, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. അതോടൊപ്പം അതിനപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുക, കുറഞ്ഞ പക്ഷേ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ നമ്മളൊരു വാട്സ്ആപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ പറ്റുന്നവരില്ല അതിനകത്തൊന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പറ്റുന്നവരെല്ലാം ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പൊ കൂടുതൽ ലാഗ് അടുപ്പിച്ച് കുളവാക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ജസ്ന സലീം. നിങ്ങളിൽ എത്ര പേർക്ക് ജസ്ന സലീമിനെ അറിയാം? ജസ്ന സലീമിനെ അറിയാവുന്നവരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടോ. ജസ്ന സലീമിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഈ ജസ്ന സലീം എന്ന് പറയുന്ന ആള് കൃഷ്ണന്റെ പടങ്ങൾ വരയ്ക്കുകയും അത് സെല്ല് ചെയ്യുകയും അങ്ങനെ കൃഷ്ണന്റെ പടങ്ങൾ തട്ടമിട്ടുകൊണ്ട് കൃഷ്ണന്റെ പടങ്ങൾ വരച്ചത് മൂലം ഫേമസ് ആയ ഒരാളാണ് ഈ ജസ്ന സലീം. ഈ ജസ്ന സലീമിനെതിരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ, ഇതിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ നടന്ന സംഭവം എന്താന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു. കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല, അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. അവിടെ ഈ കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗുരുവായൂരും അവിടെ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് കോടതി ഒരു ഉത്തരവിട്ടിരുന്നു. അതിന്റെയും കാരണം പുള്ളിക്കാരി തന്നെയാണ്. പുള്ളിക്കാരി അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്തു? അവിടെ ചെന്ന് കൃഷ്ണന്റെ ഒരു രൂപത്തിന് മാല, കൃഷ്ണന്റെ ഒരു വിഗ്രഹത്തിന് മാല ചാർത്തി അത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചു. അതായത് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ കോടതിയുടെ നിയമ ലംഘനമാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. കോടതിയെ ലക്ഷ്യം പോലും സാധനമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ചെയ്യരുതെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, ഞാൻ ചെയ്യും, കൃഷ്ണൻ എന്റെ കൂടെയാണ്, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാർ ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു. അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്ത് ഒരു കാണിക്കയുണ്ട്. ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട്. ആ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി അതിന്റെ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. ഇതാണ് പുള്ളിക്കാരി ഇപ്പൊ ചെയ്ത സാധനം. അതായത് ഈ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഈ ക്ഷേത്രത്തിന്റെ നടയിലെല്ലാം ചെന്നിരുന്ന് കേക്ക് മുറിക്കുന്നു, ബർത്ത്ഡേ ആഘോഷിക്കുന്നു, വീഡിയോ എടുക്കുന്നു, രണ്ടും വിടമുയർച്ച എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ കോടതി വിലക്കിയിട്ടുണ്ട്. കോടതി ഇത് വിലക്കാനുള്ള കാരണം ഇത് ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്, ഇത് ഒരു ഡിവൈൻ ആയിട്ടുള്ള സ്ഥലമാണ്, ഇവിടെ ആരാധിക്കാനും ഒക്കെയാണ് ഭക്തർ വരുന്നത്, അല്ലാതെ ഇത്തരത്തിലുള്ള റീൽസ് എടുത്തുണ്ടാക്കി വൈറലാകാൻ വേണ്ടിയിട്ടല്ല. ഈ കാരണത്താലാണ് കോടതി ഇത് വിലക്കിയത്. കോടതി ഇത് വിലക്കാനുള്ള മെയിൻ കാരണം ഇവർ തന്നെ കേട്ടോ. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ ഇവർ വീണ്ടും ഓൾറെഡി കോടതി ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവര് കൃഷ്ണന്റെ ഒരു വിഗ്രഹത്തിൽ മാല ഇട്ടിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ചിത്രീകരിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആയിട്ട് പ്രചരിപ്പിച്ചു. അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ്, അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു. ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കലാപശ്രമത്തിനടക്കമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. കലാപശ്രമം എന്താണ്? കലാപശ്രമം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഈ കാണുന്നതാണ് പുള്ളിക്കാരി എടുത്ത് പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ചിത്രം. അപ്പൊ ഈ ചിത്രമാണ് അവര് പ്രചരിപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. ഇനി നമ്മൾ വരുവാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവർ ഇത്തരത്തിൽ ഒരു സംഭവം കാണിച്ചപ്പോഴത്തേനും അന്ന് അതൊരു വാർത്തയായിരുന്നു. ആ വാർത്തയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. അവകാശപ്പെടുന്ന മുസ്ലിം ചിത്രകാരി ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് പിറന്നാൾ കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ. അതായത് ഓൾറെഡി ഇവർ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് അമ്പലനടയിൽ പോയിട്ട് കേക്ക് മുറിച്ചത് ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചു. ഇതിന്റെ പേരിൽ ഓൾറെഡി ഭക്തർക്കൊരു വിരോധമുണ്ട്. ദേവസ്വം ബോർഡ് ഓൾറെഡി കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. കേസ് കൊടുക്കാനുള്ള പ്രധാന കാരണം ഈ അമ്പലങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുസിന്റെ ഡിവൈൻ ആയിട്ടുള്ള സ്ഥലമാണ്. ചർച്ചുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിന്റെ ഡിവൈൻ ആയിട്ടുള്ള സ്ഥലമാണ്. മുസ്ലിം പള്ളികൾ എന്ന് പറയുന്നത് അവരുടെ ഡിവൈൻ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പാലിക്കപ്പെടണം. ഇപ്പോ ഹിന്ദു ദൈവത്തിനെ മുസ്ലിം ആയിട്ടൊരാൾക്ക് ആരാധിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ആരാധിക്കാം. ചില സ്ഥലങ്ങളിൽ ഇവിടെ മതത്തിലുള്ളവർക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ കയറാതിരിക്കുക, അല്ലാത്ത ആരാധിക്കുന്നൊരു തെറ്റുമില്ല. പിന്നെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ വിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് മതം എന്ന് പറയുന്നത്. ഇവരത് തന്നെയാണ് വിൽക്കുന്നത്. കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുകയാണ്, മതം തന്നെയാണ് വിൽക്കുന്നത്. അത് ഏതെങ്കിലും വഴിക്ക് പോട്ടെ. പക്ഷേ
നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും തട്ടമിട്ടൊരു മുസ്ലിം ആയിട്ടുള്ള ഒരാള്, അതായത് അവരിപ്പോഴും ആ മുസ്ലിം മതത്തിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ വരയ്ക്കുന്നു, അമ്പലനടയിൽ പോകുന്നു. അപ്പോൾ ഇത് ഹിന്ദുസിനിടയ്ക്ക് ഇവര് ശരിക്കും, അതായത് നമ്മുടെ വികാരത്തെ, മതവികാരത്തെ വ്രണപ്പെടുത്താൻ വന്നതാണോ എന്നൊരു സംശയം, ഒന്നും തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം ഇവര് ഇപ്പോഴും തട്ടമൊക്കെ ഇടുന്നുണ്ട്. തട്ടമിടുന്നതിന്റെ അർത്ഥം മുസ്ലിം മതത്തിന് ഇപ്പോഴും ഒരു വാല്യൂ കൊടുക്കുന്നുള്ളതാണ്. തെറ്റാണെന്നല്ല കേട്ടോ, മുസ്ലിം മതത്തിന് വാല്യൂ കൊടുക്കരുതെന്നൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷേ അപ്പോൾ ഹിന്ദുസ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ വികാരത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിവൈൻ ആയിട്ടുള്ള സംഭവങ്ങളെ ഇവർ അപമാനിക്കുകയാണോ അവഹേളിക്കുകയാണോ എന്നൊരു ചിന്ത തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ സാധനത്തിലാണ് ഈ ആൾക്കാർക്കൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ഇതും വളരെ കോമൺ ആണ്. നമ്മുടെ നാട്ടിൽ മതം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ മറ്റെവിടെങ്കിലും പോകുമ്പോഴത്തേനും അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേനും ആളുകൾ നോക്കും. അത് ശരിയാണെന്നല്ല. നമ്മുടെ നാട്ടിൽ ഈ മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരേണ്ടതാണ്. ഇവരെല്ലാം ഐക്യതപ്പെട്ട് ഒന്നിച്ചു പോകേണ്ടതാണ്. പക്ഷെ ഇത്തരത്തിലൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. ആ പ്രശ്നങ്ങളുണ്ട് എന്നത് അവിടെ നിൽക്കട്ടെ, ബാക്കി കേട്ടിട്ട് നമുക്ക് വരാം. വിവാഹ ചടങ്ങുകൾക്കും മറ്റു മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെയുള്ള ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിന്റെ വീഡിയോഗ്രാഫി പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രാഫിയും അനുവദിക്കരുത്. കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് സമീപത്ത് കൂടി ക്ഷേത്രത്തിന്റെ ഉൾവശം ചിത്രീകരിക്കുന്നതും കോടതി തടഞ്ഞു. ഭക്തരെ തടസ്സപ്പെടുത്തുന്ന നീക്കം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ക്ഷേത്രം മാനേജിംഗ് കമ്മിറ്റി കൈക്കൊള്ളണം. ഭക്തരെ തടസ്സപ്പെടുത്താൻ പാടില്ല, അതാണ് പ്രധാന സംഭവം. പിന്നെ രണ്ടാമത്തത്, ഈ അമ്പലം, പള്ളി, മുസ്ലിം പള്ളി എന്നൊക്കെ പറയുന്നത് റീൽസ് ചിത്രീകരിച്ച് അവരെ അവഹേളിക്കാനോ അവരുടെ ആശയങ്ങളെ വ്രണപ്പെടുത്താനോ ഉള്ളതല്ല. ആ വിശ്വാസത്തിലുള്ളവർക്ക് വിശ്വസിക്കാനും ആരാധിക്കാനും ഒക്കെ ഉള്ളതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് അത് നിർത്തലാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനായി ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായവും തേടാമെന്നും ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കപ്പെടണമെന്നും ക്ഷേത്രത്തിലെ മതപാരമ്പര്യങ്ങൾ ലംഘിക്കപ്പെടരുതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു 2 ഭക്തരുടെ ഹർജി. ജസ്ന സലീം നിയമവിരുദ്ധമായ രീതിയിൽ നടപ്പന്തലിൽ പ്രവേശിക്കുകയും അവിടെ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാണ് ഹർജിയിൽ പറയുന്നത്. പിറന്നാൾ കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾക്കൊപ്പം ജസ്ന സലീം ചിലർക്കൊപ്പം തർക്കത്തിലേർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും ഹർജിക്കാർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല നടപ്പന്തൽ എന്നായിരുന്നു ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമുള്ള കോടതിയുടെ പ്രതികരണം. ഈ ജസ്ന സലീം ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഈ യൂട്യൂബ് ചാനൽ ആദ്യമൊക്കെ കയറി നോക്കുമ്പോഴത്തേന് ഇവർ ഈ കൃഷ്ണനെ വരയ്ക്കുന്നതും കൃഷ്ണനെ വരച്ച് വൈറലായ സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പോകെ വന്നപ്പോഴത്തേനും ഇവരെല്ലാരും വെല്ലുവിളിക്കുന്നതും, നീ ആരോടാ അങ്ങനെ ചോദിക്കുക, നീ ആരോടാ ഇങ്ങനെ ചോദിക്കുക, ഞാൻ അങ്ങനെ ചെയ്യൂടാ, കൃഷ്ണൻ നിന്റെ ഒന്നും അതല്ല, അങ്ങനെ ഇങ്ങനെയുള്ള വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ ആക്കി കുറച്ചും കൂടെ ലളിതമാക്കി പറഞ്ഞ് ഇവരുടെ വീഡിയോസ് ഒക്കെ അരോചകമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവരെല്ലാരും വെല്ലുവിളിക്കുന്നു. പ്രത്യേകിച്ചും ഇവരോട് വിരോധം തോന്നാനുള്ള കാരണം കൃഷ്ണനിൽ അമിതമായി വിശ്വസിക്കുന്നവര്, ഹിന്ദു മതത്തിൽ അമിതമായി വിശ്വസിക്കുന്നവർക്കാണ് ഇവരോടൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നത്. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തെ വീണ്ടും കളിയാക്കുന്ന തരത്തിലൊക്കെയാണ് ഇവർ തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരെ കൂടുതൽ പ്രൊവോക്ക് ആകുന്നത്. അതായത് അവരെ പ്രൊവോക്കാക്കുകയാണ് ഇവർ. പ്രൊവോക്കാക്കും. അവരെന്ത് പറഞ്ഞാലും അതിന് മാറ്റുന്നതെല്ലാം തിരിച്ചു പറയും. ഇടയ്ക്ക് ഞാൻ പണ്ട് ഇവരുടെ ഒരു റീൽ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ തട്ടം മാറ്റും, എന്നിട്ട് പൊട്ടിടും, എന്നിട്ട് മറ്റേ ഇതിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനമൊക്കെ കണ്ടായിരുന്നു. അപ്പം ഇവര് ബേസിക്കലി ഞാൻ എല്ലാവരും വെല്ലുവിളിക്കും. ഞാനിപ്പോൾ നിയമത്തെ വെല്ലുവിളിച്ച് ഞാൻ വീണ്ടും ഫോട്ടോ ഇടും. ഞാൻ മതത്തിലുള്ളവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വെല്ലുവിളിച്ച് ഞാൻ സാധനം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവര് ഈ മാല അർപ്പിക്കുന്നതിന് മുമ്പോ മാല അർപ്പിച്ചതിന് ശേഷമോ ആ ഒരു കാലയളവിൽ ഇപ്പൊ ഒരു വീഡിയോയുടെ ഒരു പോർഷൻ കാണിച്ചു തരാം. ആരുടെയും തെറ്റുകുറ്റങ്ങളല്ല അല്ലേ? അതെ, ഞാൻ ഗുരുവായൂര് കണ്ണനൊരു മാല ചാർത്തുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അപ്പൊ അത് കണ്ടിട്ട് ഒരു പുള്ള ചേച്ചി, പുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിക്കല്, ആ കുഞ്ഞു കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കേട്ടോ ഗൈസ്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും. അതായത് എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ കോടതിയിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, വിധി വന്നിട്ടുണ്ടായിരുന്നു. അതില് ജസ്ന സലീം വീഡിയോ എടുക്കരുത് നല്ലല്ലോ പറഞ്ഞത്. അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അങ്ങനല്ലേ പറഞ്ഞത്. എന്നിട്ടല്ലേ നമ്മളവിടെ പോയി ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ എടുത്ത് ചാമ്പിയത്. അപ്പൊ ജസ്ന സലീം എടുക്കരുതെന്നല്ല, ആരും എടുക്കരുതെന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ ബാക്കി എല്ലാരും എടുക്കാൻ പാടില്ല, ജസ്ന സലീമിന് മാത്രം എടുക്കാം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളത് എടുക്കരുത്. അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു സംഭവം കൂടി ഉണ്ട്. എന്താന്നല്ലേ, മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡാണെന്നൂടി എഴുതിയിട്ടുണ്ട്. മതപരമായിട്ടുള്ള ചടങ്ങായിട്ട് ചേച്ചി അതിനെ അങ്ങ് മാല ഇട്ടതേ. അതായത് മതപരമായിട്ടുള്ള ചടങ്ങാണ്. അപ്പം വീഡിയോ എടുക്കാം, കുഴപ്പമില്ല. അതായത് ഒരു കോടതി ഇന്ന സാധനം ചെയ്യരുതെന്ന് പറഞ്ഞു. കോടതിയാണല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ കോടതി ഒരു സാധനം പറഞ്ഞു, അതിനകത്ത് ലൂപ്പ് ഹോൾ എന്താന്ന് കണ്ടുപിടിച്ചിട്ട്
ആ ലൂപ്പ് ഹോൾ വെച്ചിട്ട് ഞാൻ വീണ്ടും ചെയ്യും. എന്നാലും ആ നിയമത്തെ മാനിക്കുക എന്നുള്ളതല്ല, ആ മതത്തിൽ വിശ്വസിക്കുന്നവരെ അല്ലെങ്കിൽ കൃഷ്ണനെ ആരാധിക്കുന്നവരെ മാനിക്കുക എന്നുള്ളതല്ല, വെല്ലുവിളിച്ച് ഞാൻ ചെയ്യുക, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുക എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഇവരെടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതും കണ്ടില്ലേ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു ഞാൻ. ആ തെറ്റാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആളെ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്, അല്ലാതെ കുറ്റപ്പെടുത്താൻ വീണ്ടും വീണ്ടും വരികയല്ല ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ നന്നായോ? അതാണ് ചോദ്യം. നമ്മൾ നന്നായില്ലല്ലോ, നമ്മൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലേ. പ്രധാനമായും നമ്മൾ പറയുമ്പോഴത്തേനും മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാള് നമ്മുടെ നാട്ടിൽ വീണ്ടും ഞാൻ പറയുന്നത് മതം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പൊ നമ്മുടെ ഒരു മതത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരു മതത്തിൽപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്നൊന്നും തെറ്റല്ല. പക്ഷെ അവിടെയുള്ള ആളുകളുടെ വിശ്വാസത്തെയും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ വെല്ലുവിളിച്ചിട്ട് അല്ലെങ്കിൽ ആ വിശ്വാസത്തെ പിന്താങ്ങുന്ന ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേനും അവരത് പ്രൊവോക്കാവും. നിങ്ങൾക്ക് കൃഷ്ണനെ ഇഷ്ടപ്പെടണോ, കൃഷ്ണനെ ഇഷ്ടപ്പെടുക, ജീസസിനെ ഇഷ്ടപ്പെടണോ, ജീസസിനെ ഇഷ്ടപ്പെടണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ആരാധിക്കുക. പക്ഷെ നമ്മൾ ജന്മം കൊണ്ട് മറ്റൊരു മതത്തിലാണ്. അപ്പൊ നമ്മൾ ഇത്തരം ചെയ്യുന്ന കാര്യങ്ങൾ അവരെ പ്രശ്നത്തിലാക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ആ മതം സ്വീകരിച്ചതായി ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഏത് ദൈവത്തെ ആരാധിക്കുക, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സാധനമാണ്. ഇവര് ബേസിക്കലി ചെയ്യുന്നത് കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു, വിൽക്കുന്നു, ഇതാണ് സംഭവം. അപ്പൊ എനിക്കിതിന്ന് മനസ്സിലായത് പുള്ളിക്കാരി ഒരു പ്രൊമോഷനാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നത്. ഞാൻ കൃഷ്ണഭക്തയാണ്, കൃഷ്ണന്റെ പടം ഞാൻ വരയ്ക്കുന്നു, അത് വിൽക്കുന്നു, കൃഷ്ണന്റെ പടം ഞാൻ വരയ്ക്കുന്നു, ഇതാണ് ഞാൻ വരച്ച പടം, 5 അക്രലിക് പടങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്, 5 ബൊപ്പർലിക് പെയിന്റിങ് ഞാൻ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രൊമോഷൻ ചെയ്യുന്നു. ഇവരുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഗുരുവായൂരും ഈ കാണുന്ന കൃഷ്ണന്റെ വിഗ്രഹങ്ങളും എല്ലാം ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. ഇവർക്ക് കൃഷ്ണനോടൊരു സ്നേഹം കാണും, ആരാധന, അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ സ്നേഹം ഇല്ലാതെ വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് അടിയുറച്ച് വിശ്വസിക്കുന്നവരെ അപമാനിക്കാതിരിക്കും, നമ്മുടെ കോടതി പറയുന്ന നിയമങ്ങളെയും ഒക്കെ ലംഘിക്കാതിരിക്കും. നിങ്ങൾ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് ലംഘിക്കാൻ നടക്കുക നല്ലതാ. അപ്പൊ അധികം താമസിക്കാതെ ഉള്ളേ പോയി കമ്പി പിടിച്ചുകൊണ്ട് തിന്നലാം. അപ്പോൾ ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുക. ദൈവത്തെ വിറ്റ് ജീവിക്കുന്ന തെറ്റൊന്നുമില്ല, പക്ഷെ ദൈവത്തെ വിൽക്കാനായിട്ട് ബാക്കിയുള്ളവനിട്ട്, കാരണം ഇവിടെ എല്ലാവരും ദൈവത്തെ വിറ്റ് തന്നെ ജീവിക്കുന്ന കേട്ടാ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.